പ്രസിദ്ധമായ ഏറനാടൻ ആതിഥ്യ മര്യാദയോടെയാണ് മലപ്പുറം ജില്ല സമത്വ മുന്നേറ്റ യാത്രയെ സ്വീകരിച്ചത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്ന ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർക്കും പിന്നാക്ക സമുദായ അംഗങ്ങൾക്കും മുന്നാക്ക സമുദായങ്ങളിലെ പട്ടിണി പാവങ്ങൾക്കും നൽകണം എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് മലപ്പുറത്തെ പാവപ്പെട്ട മുസ്ലിങ്ങളും യോജിക്കുന്നതായിട്ടാണ് അവരുടെ പങ്കാളിത്തത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. വൈകുന്നേരം 4:30 മണ്ണാർക്കാട്ടെത്തിയ സമത്വ മുന്നേറ്റ യാത്ര ജനപങ്കാളിത്ത ബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമായി. മലപ്പുറം ജില്ലയിൽ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് ലഭിച്ച സ്വീകരണം ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്ന് നേതാക്കളുടെ പ്രസ്താവനകളിലൂടെ കാണാൻ കഴിയും. കൂത്തുപറമ്പ് വെടിവെപ്പ് അനുസ്മരിക്കുന്ന ദിവസമായിരുന്നു. ആ അനുസ്മരിക്കുന്ന ദിവസം തുഷാർ പറഞ്ഞ പോലെ 5 പേർ മരിച്ചു. ഒരാൾ മരിച്ചതിനൊട്ടുമേ ജീവിച്ചിരിക്കുന്നത് എന്നാ നിലനിൽക്കുന്നു. എന്തിനു വേണ്ടി ആ വെടിവെപ്പുണ്ടായി? സ്വാശ്രയ കോളേജ് സ്ഥാപിക്കുന്നതിനെതിരെ പാർട്ടി എടുക്കുന്ന നിലപാട് ചെറുപ്പക്കാരെ മുമ്പോട്ട് തള്ളിവിട്ട് ഉണ്ടായൊരു വെടിവെപ്പ്. ആ വെടിവെപ്പിൽ പാവങ്ങൾ, അച്ഛൻ, മക്കൾ നഷ്ടപ്പെട്ടു പോയി, അച്ഛനും അമ്മയ്ക്കും. ഇത് വേണമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചാൽ ആ രക്തസാക്ഷികൾ ആക്ഷേപിക്കണമോ? ഞാൻ ആ രക്തസാക്ഷികളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അവിടെ രക്തസാക്ഷിത്വം കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരുപാട് പേര് രക്തസാക്ഷി സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പ്രയോജനമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. ഇതെന്ത് ലക്ഷ്യബോധം? അത് എം.വി. രാഘവനെതിരെ ആ എം.വി. രാഘവന്റെ പാർട്ടിയായിട്ട് ഇപ്പോ ബായി കൈ കൊടുത്തു. എന്തൊരു ആദർശം! അതുകൊണ്ട് രക്തസാക്ഷികളോടുള്ള അപമര്യാദയാണോ? ഉടനെ TV-കാരനും അവരുടെ പത്രവും പാർട്ടി പത്രവും എന്താ എഴുതിയത്? രക്തസാക്ഷികളെ ആക്ഷേപിച്ചു. ഇന്ന് ഒരു സഹാവ എന്നെ ഫോൺ ചെയ്തു. എന്നെ സഹാവ എന്നാ വിളിച്ചത്. ഞാൻ പണ്ട് സഹാവായിരുന്നുണ്ട്. സഹാവേ, ഈ രക്തസാക്ഷികളെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ അങ്ങനെ ആരെയും ആക്ഷേപിച്ചില്ലല്ലോ. കൂത്തുപറമ്പിൻ്റെ അതേ ഡേറ്റ് അനുസ്മരിപ്പിച്ച് ആ കൂത്തുപറമ്പ് സംഭവവും അത് മുഖോൽപ്പന്നമായ വെടിവെപ്പും അതിന് ഉയർത്തിപ്പിടിച്ച സമരത്തിൽ ഉയർത്തിപ്പിടിച്ച കാരണവും ഒന്ന് പരസ്പരം ചർച്ച ചെയ്തിരുന്നില്ലേ? ഒരു അനാവശ്യ സമരമായിരുന്നില്ലേ? ഉടനെ അയാൾ പറയുകയാണ്, സാർ അങ്ങനെ പറയരുത്, രക്തസാക്ഷികളെ സൃഷ്ടിക്കേണ്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഓ, ഞാൻ അന്തം വിട്ടുപോയി. മലബാറുകാരൻ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ചേർത്തലയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. മലബാറിലെ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് രക്തസാക്ഷികൾ ആവശ്യമാണ്, അതുകൊണ്ട് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളുടെ രക്തസാക്ഷികളെ ആക്ഷേപിക്കരുത്. ഞാൻ പറഞ്ഞ ആക്ഷേപമല്ല, ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരിയാണ്, അങ്ങനെ പറഞ്ഞുള്ളെങ്കിലും അത് ഞങ്ങൾക്ക് ആക്ഷേപിക്കുന്നതായിട്ടേ തോന്നുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് തോന്നണത് തോന്നിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ സുഹൃത്തെ? അന്ന് സ്വാശ്രയ കോളേജിന് വേണ്ടിയിട്ട് എതിരെ സമരം ചെയ്തു. ഇന്നത് എവിടെ കിടക്കുന്നു? അത് നിങ്ങളിപ്പോൾ ഭരിക്കുന്നില്ലേ? എം.വി. രാഘവൻ എവിടെ കിടക്കുന്നു? ആ പാർട്ടി നിങ്ങളുടെ ഇവിടെയല്ലേ? അതൊക്കെ ശരിയാണ്. കാലങ്ങൾ കഴിയുമ്പോൾ പലതും മാറും. മാറിയത് പലതും തെറ്റിയത് പലതും തമ്മിൽ ചേരും. അത് രാഷ്ട്രീയമാണ്. അപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ചൊവ്വില്ലായ്മയാണ് എന്നാണ് ആ പയ്യൻ തന്നെ എന്നോട് ഫോണിൽ പറയുന്നത്. ഇന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതാണോ ശരി? കാരണം ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കോലം കത്തിച്ചിട്ട് 2 പിള്ളേർ ആരാണെന്ന് പറയാൻ സ്കൂട്ടറിലിട്ട് പോയി. അപ്പൊ അഭിപ്രായം പറയുന്നവന്റെ കോലം കത്തിക്കലാണ്. ഇതാണ് ഈ രാജ്യത്ത് ഇവരുടെ അവതപ്രധാനം. ഇതാണ് മാർക്സിസം. ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം തരാതിരിക്കുന്നതാണ് സംസ്കാരം. ഇത് കണ്ടേ ബാലൻ, നമ്മുടെ അധ്യക്ഷൻ കുറെ നാൾ കമ്മ്യൂണിസ്റ്റായിട്ട് നടക്കായിരുന്നല്ലോ. നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ വേണ്ടി ശുപാർശ ചെയ്ത് എൻ്റെ തോന്നലല്ലേ? അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പറ്റി. പക്ഷെ ഇപ്പോൾ BJP ആണെന്നാണ് പറയുന്നത്. കാരണം എങ്ങനെ BJP ആക്കുകയല്ലേ ഓരോരുത്തർ? എങ്ങനെ ആകാതിരിക്കും?
ഇവർ തെങ്ങേ കിടക്കുന്ന മാങ്ങയാണെന്ന് പറഞ്ഞാൽ ഒരു കൊല മാങ്ങായ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ പിറ്റേ ദിവസം BJP സംഘപരിവാർ അതല്ലെങ്കിൽ ഏതെങ്കിലും ആക്കിക്കിടക്കും. ഇതൊന്നും ഇനി കേൾക്കുന്ന കാലമല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ. അവർക്ക് അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. ഈ തിരിച്ചറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് മുസ്ലിം ഒരു നേതാവ് പറയുകയാണ് ഈ യാത്ര വർഗീയത വർദ്ധിപ്പിക്കാനാണ്. ഇത് അമ്പലവും വിഴുങ്ങി ഇമ്പവും വിഴുങ്ങി പിന്നെയും ഭഗവാൻ തുടരുക എന്ന് പറഞ്ഞ പോലെ ആരാണ് പറഞ്ഞത്? മജീദ്. പറയാൻ കൊള്ളാമോ? ആ പാർട്ടിയുടെ പേര് തന്നെ എന്താണ്? മുസ്ലിം ലീഗ് എന്ന മുസ്ലിം കൂട്ടായ്മ. ഒരു സമുദായത്തിന്റെ പേരുള്ള ഒരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് മാത്രമാണ്. ആ നേതാവാൻ പറയണത് നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടുത്തെ മതസൗഹാർദ്ദം നടത്താൻ വേണ്ടി നടത്തുന്ന നമ്മൾ എന്ത് സൗഹാർദ്ദം നടത്തുന്നത്? നമ്മളിത്തരം മതസമന്വയം നടത്തുന്ന ആളുകൾ ആരുണ്ട്? പ്രത്യേകിച്ചും ഒരു പീഡയും ഒരു എറുമ്പിനും വരുത്തരുത് എന്ന് നമ്മളെ പഠിപ്പിച്ച ഗുരുദേവന്റെ അനുയായികളാണ് നമ്മൾ ഭൂരിപക്ഷവും. അതുകൊണ്ട് ഒരാളിനോടും നമ്മൾ പ്രതികാരം തീർക്കാറില്ല. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ അവിടെ വർഗീയവാദിയാക്കി. യഥാർത്ഥ വർഗീയവാദി ആരാണ്? ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ചോർത്തിക്കൊണ്ട് പോകുന്ന ആരാണ്? ഇവിടെ ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ടാക്കി ഈ രാജ്യത്തെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോയിട്ട് അനുഭവിക്കുക. എന്നിട്ട് അവർ നമ്മളെ കുറ്റം പറയുന്നില്ല, നമ്മൾ നീതിയാണ് പറയുന്നത്. അവർക്കുള്ളതൊന്നും വേണമെന്ന് നമ്മൾ പറഞ്ഞില്ല. മുസ്ലിം സമുദായത്തിനുള്ളതെല്ലാം കൊടുക്കട്ടെ, അതുപോലെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഈ പാർട്ടി ഒരു പാർട്ടിക്കും എതിരല്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിലെ പാവങ്ങളും നമ്മളോട് കൂടി വരും, ക്രിസ്ത്യൻ സമുദായത്തിലെ പാവങ്ങളും നമ്മളോടെ വരും. ഇതൊരു മതേതര സംസ്കാരത്തിൽ പോകണമെന്നാണ്. കാരണം ഈ രണ്ടും സമുദായത്തിലും, മുസ്ലിം സമുദായത്തിലായാലും ക്രിസ്ത്യൻ സമുദായത്തിലായാലും പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവനായിട്ടാണ്. അതിൽ പണക്കാർക്കും സ്വാധീനമുള്ളവർക്കും സമ്പത്തും സ്വാധീനമുള്ളവരും അതിനെ പിടിച്ചടക്കി ഹൈജാക്കി വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളാണ് കേരള കോൺഗ്രസും ലീഗും. ഇതൊക്കെ ഒരു സത്യമല്ലേ? ഇതെല്ലാം പറയുമ്പോൾ അവരെല്ലാം മതേതരക്കാരും നമ്മളെല്ലാം മതവിദ്വേഷം വളർത്തുന്നവരുമായി വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഇത് എത്ര നാൾ സഹിക്കണം? ഇത് സൗഹൃദ മത്സരം കോൺഗ്രസിനെയും ലീഗിനെയും പ്രതികൂലമായി ബാധിച്ചെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള കൂട്ടുകെട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നല്ലെങ്കിൽ നാളെ ദുർബലപ്പെടുത്തും എന്നതിൽ സംശയമില്ല. ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാം മുന്നണിയുടെ പ്രസക്തി ഏറും എന്നാണ് സമത്വ മുന്നേറ്റ യാത്രയുടെ വമ്പിച്ച വിജയം സൂചിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആവേശകരമായ പര്യടനത്തിനു ശേഷം ഇന്നു രാവിലെ 11 മണിയോടുകൂടി സമത്വ മുന്നേറ്റ യാത്ര പാലക്കാട്ടേക്ക് കടന്നു. സമത്വ മുന്നേറ്റ യാത്രയുടെ പാലക്കാടൻ പര്യടനത്തിന്റെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ. ജയ് ഭാരത്.